നമസ്കാരം. ബി പോസിറ്റീവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ ഗോപികയെ കണ്ടപ്പോൾ ഗോപികാ വസന്തം തേടി നടക്കുന്ന ഒരു വനമാലിയെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അത് എന്നെ കണ്ടതുകൊണ്ടോ അതോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമ ഹിസ് ഹൈനസ് അബ്ദുള്ള 25 വർഷം തികച്ചുകൊണ്ടോ പാടിയ? തീർച്ചയായിട്ടും രണ്ട് കാരണവും പറയാം. കാരണം നമ്മുടെ ഇന്നത്തെ ചലച്ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ളയാണ്. പക്ഷെ അതോടൊപ്പം ഗോപിക തന്നെ ഇവിടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഗോപികയെ വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 1990 പുറത്തു വന്ന ഒരു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു. ശരിക്കും ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച ഒരു പ്രകടനമാണ് അതിന്. അത് മാത്രമല്ല അതേപോലെ എല്ലാ നടന്മാരും അതിന്റെ പുറകിലുള്ള അണിയറ തന്നെ വളരെ നന്നായിട്ട് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല രവീന്ദ്രൻ മാഷിന്റെ സംഗീത സംവിധാനമായിരുന്നു. വളരെ നമ്മുടെ ഹൃദയത്തെ സംഗീതത്തിന്റെ പാലാഴിയിൽ ആറാടിക്കാൻ രവീന്ദ്രൻ മാഷിന്റെ ഈ ഇതിലുള്ള ഗാനങ്ങൾക്ക് സാധിച്ചു. കൈതപ്പുറത്തിന്റെ ലിറിക്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ശ്രീകുമാറിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാദരൂപിണി. ശരിക്കും ഈ ചലച്ചിത്രത്തെ പറ്റി പറയുമ്പോൾ സ്വത്തിന് പ്രാധാന്യം നൽകി രക്തബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ സ്വത്തിന് വേണ്ടി കുടിലതന്ത്രങ്ങളും പരസ്പരം കുടിപ്പകയും ഒക്കെ വളരെ മനോഹരമായിട്ട് ആസൂത്രണം ചെയ്യുന്ന ബന്ധുക്കളെ വളരെ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ സിബി മലയിലിന് സാധിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ ലോഹിദാസ് എന്ന എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു സിനിമയായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു നന്മയെ പക്ഷെ എന്നാലും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വന്നിട്ട് ലാലേട്ടൻ നമ്മുടെ നെടുമുടി വേണു സാറിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിനെ കൊല്ലാൻ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് നന്മയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമ കൂടെയാണിത്. അപ്പോൾ നമുക്ക് ഇതിന്റെ നല്ലൊരു പാട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എം ജി ശ്രീകുമാർ സാർ ആയാലും നാദരൂപിണി എന്ന് പറയുന്ന ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. അപ്പൊ ആ പാട്ടിനേക്ക് ഒന്ന് ഒന്ന് അയവിറക്കിക്കൊണ്ട് അല്ലേ? തീർച്ചയായിട്ടും ആ മധുര സ്മരണയിൽ ഞങ്ങൾ എന്തായാലും ബി പോസിറ്റീവിന്റെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ ആദ്യ പരിപാടിയിലേക്ക്. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. നദിയുടെ തീരങ്ങളിൽ സൈകത ഭൂവിൻ്റെ സാനുക്കളിൽ ഓളവും തീരവും ആലിംഗനത്താ ഓതിടുമായിരം സൽക്കഥകൾ. ഓളവും തീരവും ആലിംഗനത്താ ഓതിടുമായിരം സൽക്കഥകൾ. തത്തിക്കളിച്ചിടും എൻ ചൊടിയിൽ തത്തമ്മ പെണ്ണിൻ്റെ കൊഞ്ചൽ പോലെ. തത്തിക്കളിച്ചിടും എൻ ചൊടിയിൽ തത്തമ്മ പെണ്ണിൻ്റെ കൊഞ്ചൽ പോലെ. സരയൂ നദിയുടെ തീരങ്ങളിൽ സൈകത ഭൂവിൻ്റെ സാനുക്കളിൽ വീരാശ്രു പൂജയ്ക്ക് പൂക്കളുമായി വന്നെത്തും വൻപിടും ആതിരാ പൂവ്. വന്നെത്തും വൻപിടും ആതിരാ പൂവ്. ഗോപിക, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ആദ്യത്തെ പ്രത്യേകത ഞാൻ പറയട്ടെ. 1838 ജൂൺ 27 ബങ്കിം ചന്ദ്ര ചാറ്റർജി ജനിച്ചു. ശരിക്കും അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നോവലിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച വന്ദേ മാതരം ശരിക്കും അത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഭാരതീയനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ അറിയാതെ നമ്മളൊക്കെ ഒന്ന് എണീറ്റ് പോകും. അതെ, അഭിമാനം തോന്നും. ഒരിക്കലും നമുക്ക് മലയാളികൾക്ക് ഭാരതീയർക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അല്ലേ? അത് ആനന്ദ് മഠം എന്ന് പറയുന്ന ബുക്കിലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. എപ്പോഴും ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ സാധാരണ പാടാറുണ്ട്. സ്വാതന്ത്ര്യദിനമൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ അനുസ്മരിക്കാറുണ്ട്. ഇങ്ങനെ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ വരുന്ന കുട്ടികളെ പോലെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കൂടി ഇതൊക്കെ പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ ഗോപിക? അദ്ദേഹം ജനിച്ച പോലെ തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ റെസിഡൻസ് എന്ന് പറയുന്നത് തീമൂർത്തി ഭവനായിരുന്നു. തീർച്ചയായിട്ടും. ആ വീട്, ആ റെസിഡൻസ് പിന്നീട് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആയിട്ട് മാറ്റപ്പെട്ടത് ഈ ദിവസമാണ്. അതായത് 1964 ജൂൺ 27 നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആയിട്ട് അത് മാറുന്നത്. ഇത്തരം ചരിത്ര സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സെഗ്മെന്റ് ആണ് അല്ലേ നമുക്ക് അടുത്തത്? തീർച്ചയായിട്ടും ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് നമുക്ക് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ.
ശരിക്കും ഗോപിക നമ്മളെ ഹിസ് ഹൈനസ് അബ്ദുള്ളയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ശരിക്കും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ള ആ ഒരു വലിയ ചിത്രത്തെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. കാരണം ഹിസ് ഹൈനസ് അബ്ദുള്ള വളരെയധികം കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നതിനോടൊപ്പം തന്നെ നർമ്മത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജഗദീഷിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഗൗതമി സ്ഥിരം ഇങ്ങനെ ശല്യം ചെയ്ത് പുറകെ നടക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം എനിക്കൊന്ന് തിളങ്ങി ആ ഒരു. അതെ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഗോപിക? ഇല്ല, അത്ര ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ അതുല്യ പ്രതിഭ ശ്രീ ജഗദീഷ് നടത്തിയത്. കാരണം നമ്മളൊക്കെ ഒരു കാണി എന്നുള്ള നിലയിൽ എഴുന്നേറ്റ് ഒരു അടി കൊടുക്കാൻ വരെ തോന്നുന്ന അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. പിന്നെ സാധാരണ സിബി മലയിൽ ചിത്രങ്ങൾക്ക് കാണുന്ന ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തെ സമ്പന്നമാക്കി. നമ്മുടെ തിക്കൃഷി സർ, ലാലേട്ടൻ, ഗൗതമി, കവിയൂർ പൊന്നമ്മ, സുകുമാരിയമ്മ എന്ന് തുടങ്ങി ഒരു വലിയ വൻ താരനിര. അതും വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ഓരോരുത്തരും അവരുടെ റോള് മികച്ചതായിട്ട് എടുത്തു കാണിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന അതിൽ ഹാസ്യത്തിനെ പറ്റിയായിരുന്നു അല്ലേ? നമ്മുടെ അടുത്ത സെഗ്മെന്റും ഹാസ്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സെഗ്മെന്റാണ് ശ്രീ സജീഷ് കുട്ടനെല്ലൂർ അവതരിപ്പിക്കുന്ന ഹാസ്യകേരളം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാസ്യകേരളം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശേഷണേ ചില ദോഷങ്ങൾ പറയുന്നതിനായിക്കൊണ്ട് ചാക്യാർ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്തിനെപ്പറ്റി പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ചില ആശങ്കകളൊക്കെ ചാക്യാരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചാക്യാർ വരുന്നത് അങ്ങ് വടക്ക് കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ചാക്യാർ വരുന്നത്. അപ്പൊ കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലപ്പേരാണ്. അപ്പൊ ഇതുപോലെ കേരളത്തില് തലപ്പാടി മുതൽ തലവടി വരെ നീണ്ടു കിടക്കുന്നതായ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിവിധങ്ങളായ സ്ഥലപ്പേരുകളെ പറ്റി പറയുകയാണെങ്കിൽ ബഹുരസാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് കേരളത്തിലെ സ്ഥലപ്പേരുകളുടെ വൈവിധ്യങ്ങളെ കുറിച്ച്, അതിന്റെ സമ്പൽ സമൃദ്ധിയെ പറ്റിയൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിലെ ഒക്കെ കരയാണ്. വടകര, കുടകര, കൊട്ടാരക്കര, യാക്കര, ഐക്കര, ഏഴിക്കര, നീണ്ടകര, പ്രായിക്കര, തിരുനക്കര, മരത്താക്കര ഒക്കെ കരയാണ്. വേറെ സ്ഥലങ്ങളാണെങ്കിലോ ഒക്കെ കുളമാണ്. കുന്നംകുളം, കായംകുളം, എറണാകുളം, തിരുവാങ്കുളം, തിരുവൈരാണിക്കുളം, മാങ്കുളം, പൈങ്കുളം, നാങ്കുളം, കരകുളം, അങ്ങനെ കുറെ കുളങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ കുളമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി അന്വേഷിക്കേണ്ടി തന്നെ വരും. അപ്പൊ അങ്ങനെയാണ്. വേറെ ചില സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പോ എന്താ പറയുക, ഈ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും അങ്ങനെ അതുമൊക്കെയായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളാണ്. അഞ്ചുതെങ്ങ്, മാവൂര്, ഒറ്റപ്പിലാവ്, പെരുമ്പിലാവ്, മാമ്മൂട്, പ്ലാമ്മൂട്, മുട്ടിത്തടി, തേക്കടി, അങ്ങനെയൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ചില സ്ഥലപ്പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള്ളിയും വേണ്ട, പുള്ളിയും വേണ്ട, ദീർഘവും വേണ്ട, ഒന്നും വേണ്ട, ചില അക്ഷരങ്ങളെടുത്ത് ഇങ്ങനെ വെറുതെ എങ്ങനെ വെച്ചാൽ മതി സ്ഥലപ്പേരായി. വടകര, കരമന, ആനയറ, എടത്തറ, എടത്തല സ്ഥലപ്പേരായി മാറി. വേറെ ചില സ്ഥലപ്പേരാണെങ്കിൽ ഈ മൃഗങ്ങളുടെയൊക്കെ പേരിലാണ്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പേരില് അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ കോഴിക്കോട്, പട്ടിക്കാട്, കാക്കനാട്, പാമ്പൂര്, പ്രാവച്ചമ്പലം, പുലിയൂര്, അങ്ങനെയൊക്കെ പറഞ്ഞ കാക്കശ്ശേരി എന്നൊക്കെ പറഞ്ഞ പോത്തുണ്ടി, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു കവിത തുളുമ്പുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ഗദ്യ കവിതയുടെ ഒരു ആദ്യത്തെ വരി നമ്മൾ കേൾക്കുന്ന പോലെയാണ്. കോട്ടയം ജില്ലയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും ഇടയിൽ കിടക്കുന്ന വളരെ പ്രകൃതി മനോഹരമായ ആ സ്ഥലം ഓർക്കുകയാണ്. ഇലവീഴാപ്പൂഞ്ചിറ, ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇലവീഴാപ്പൂഞ്ചിറ. അപ്പൊ പത്തനംതിട്ട ജില്ലയിൽ വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലപ്പേരാണ് മാന്തുക, പിയോ മാന്തുക, അങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥലപ്പേര്. ഒല്ലൂര്, കണ്ണൂര്, കാട്ടൂര്, പയ്യന്നൂര്, പയ്യാവൂര്, അതുപോലെ നിലമ്പൂര്, അങ്ങനെ കുറെ ഊരുകളുണ്ട്. അങ്ങനെ വളരെ രസകരമാണ്. മറ്റു ചില സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് അത്ര പ്രസിദ്ധി. ഉദാഹരണത്തിന് ആറന്മുള കണ്ണാടി, അതുപോലെ കോഴിക്കോടൻ ഹൽവ, പാലക്കാടൻ മട്ടയരി, പയ്യന്നൂർ പവിത്രമോതിരം, മലപ്പുറം കത്തി, അങ്ങനെ ആ നാടിന്റെ പേരിൽ ബാലരാമപുരം കൈത്തറി, രാമശ്ശേരി ഇഡലി, അങ്ങനെ അറിയപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ചില സ്ഥലപ്പേരുകൾ കേട്ടാൽ നമുക്ക് സ്ഥലമല്ല ചില ആളുകളെയാണ് ഓർമ്മ വരിക. ഇപ്പൊ വയലാർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരെയാണ് ഓർമ്മ വരിക? നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അഴീക്കോട് എന്ന് പറഞ്ഞാലോ
അഴീക്കോട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലേക്ക് ഓടിയുന്നത് പ്രഭാഷണ കലയിലെ ചക്രവർത്തിയായ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെയാണ് അല്ലേ? മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ രണ്ടക്ഷരത്തിലുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം മരിച്ചുപോയൊരു നടന്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അയ്യോ, ഞാൻ മള ചാളയല്ല, മള വല്ലാണ്ട് കളിക്കില്ലേ. മാള എന്ന് പറഞ്ഞ സ്ഥലം. അതുപോലെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാല് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്. മലയാളത്തിന്റെ ഹാസ്യത്തിന്റെ ആദ്യവും അവസാനവുമായിട്ടുള്ള വ്യക്തി ഇപ്പോ അറിയപ്പെടുന്ന, വർഷങ്ങളായിട്ട് അറിയപ്പെടുന്ന ആ സ്ഥലത്തിന്റെ പേരിലാണ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഹബഭഗമാരെ, ആരാധികമാരെ, ഞാൻ പാടുമ്പോ പൊന്നാട ജണ്ട് റീത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാർ. അപ്പോ ഈ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന നമ്മുടെ കൈപ്പക്കയുടെ ആകൃതിയിലുള്ള കൊച്ചു കേരളം, തെക്ക് തെക്ക് തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കോട്ടയവും, അഴകേറിയ എറണാകുളം, അരികത്തൊരിടുക്കിയും, അരിവിളയും, പാലക്കാടും, തൃശ്ശൂരും, വാഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, പുത്തനായുണ്ടായ പത്തനംതിട്ടയും കാസർഗോഡും ചേർന്നാൽ കേരളമായി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാടിന്റെ വളരെ പ്രകൃതി മനോഹരമായ പച്ചപ്പട്ടുടുത്ത നമ്മുടെ കൊച്ചു കേരളം. അപ്പൊ നമ്മുടെ ഈ കുട്ടനാടൻ മുഞ്ചയിലെ കുട്ടനാട് എന്ന് പറഞ്ഞാൽ ശരിക്കും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ശരിക്കും ചുട്ടനാടാണത്രേ. കുട്ടനാട് ഹൈ ചുട്ടനാടോ? ചാക്യാർ എന്താ ഈ പറയണേ? അപ്പോ ഒരു സംശയവും വേണ്ട. കാരണം പണ്ട് അവിടെ ഒരുപാട് വനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അത്രേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പൊ ഈ വനങ്ങളൊക്കെ കത്തി നശിച്ചപ്പോ അവിടെ ആകെ ചുട്ടുപോയി. ഇപ്പോഴും അവിടുത്തെ മണ്ണ് ഖനനം ചെയ്യുമ്പോൾ മണ്ണിന്റെ അടിയിൽ നിന്ന് ഈ പറഞ്ഞ ചുട്ട വെന്ത മരങ്ങൾ ഇങ്ങനെ പൊങ്ങി വരികയാണെന്നാണ് അത്രേ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചുട്ടനാട് എന്ന കുട്ടനാട് പാലിക്കട്ട് എന്ന് പറഞ്ഞാൽ പാലക്കാട് പാലിക്കട്ടാണ് പിന്നെ പാലക്കാടായി മാറിയത്. അതെങ്ങനെയാണോ? അപ്പൊ ഒരു സംശയം ഉണ്ടാവുമല്ലോ. ഒരു സംശയം വേണ്ട. കാരണം പാലി ഭാഷയിൽ സംസാരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ജൈനമതത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു പാലക്കാട്. അപ്പൊ പിന്നെ നമ്മുടെ എറണാകുളം, അത് ഋഷിനാഗകുളമാണ് പിന്നീട് എറണാകുളമായിട്ട് മാറിയത്. ചാക്യാർ വിടവാങ്ങുന്നേൻ. നമ്മള് വീണ്ടും ഹിസൈനസ് അബ്ദുള്ളയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് നന്മയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് നോക്കുവാണെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന അബ്ദുള്ള എന്നുള്ളൊരു മുസ്ലിം ക്യാരക്ടറാണ്. പക്ഷെ അവസാനം അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഒരു തമ്പ്രാനായിട്ടുള്ള നമ്മുടെ നെടുമുടി വേണു സാർ. അതും പറയേണ്ട ഒരു കാര്യം തന്നെ, സാറിന് അതിന് നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ കിട്ടിയ ഒരു സിനിമയും കൂടിയായിരുന്നു ഇത്. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു നന്മ നിറഞ്ഞ ഏറ്റവും അവസാനം മോഹൻലാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യും, അവസാനം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ താമസിക്കുകയും ചെയ്യും. അപ്പൊ ഒരു നന്മ നിറഞ്ഞ ഒരു കഥാപാത്രം, അതേപോലെ തന്നെ മതത്തിനും അപ്പുറമാണ് മനുഷ്യ ബന്ധങ്ങൾ എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയും കൂടെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഗോപിക. നമുക്ക് തരുന്ന ഒരു പാഠം എന്ന് പറയുന്നത് എപ്പോഴും നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും. ഇങ്ങനത്തെ ഒരു മെസ്സേജ് തന്നിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഇതുപോലെ നമുക്ക് കുറച്ച് മെസ്സേജസ് തരുന്ന ഒരു സെഗ്മെന്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ പ്രവീൺ പരമേശ്വർ നന്മയുടെ വഴിയിലേക്ക് നമ്മൾ തളർന്നിരിക്കേണ്ട എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം വഴിത്തിരിവ്. ഒരുപാട് റോളുകൾ ചേർന്നതാണ് ജീവിതം. അതിനുള്ളിൽ കുടുംബജീവിതമുണ്ട്, ഔദ്യോഗിക ജീവിതമുണ്ട്, സാമൂഹിക ജീവിതമുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുന്നത് സമയത്തിന് ഇതിനനുസരിച്ച് ക്രമീകരിക്കാനാണ്. ഇവിടെ ഈ സമയത്തിനെ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ചു പോകുന്നത്. ഒരുപക്ഷെ സമയക്രമീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവേണ്ട ഒരു അടിസ്ഥാന തത്വം, ആ രണ്ട് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാന തത്വം സമയത്തിന് മാനേജ് ചെയ്യുക സാധ്യമല്ല എന്നുള്ളതാണ്. മറിച്ച് നമ്മുടെ പ്രവൃത്തികളെ സമയത്തിന് അനുസരിച്ച് മാനേജ് ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ പ്രായോഗികമാകുക. സമയത്തിന് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു മിത്തായി നിൽക്കാനാണ് സാധ്യത. മറിച്ച് നമ്മുടെ പ്രവൃത്തികളെയും ജീവിതത്തിനെയും സമയത്തിന് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തുന്നതിലായിരിക്കും നമ്മുടെ വിജയം. അങ്ങനെ ചിട്ടപ്പെടുത്താൻ ഏറ്റവും ആദ്യം വേണ്ടത് 3 ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിനെ കൃത്യമായി നിർവചിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് വി വാണ്ട് ടു ഡു. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുടുംബ
ഔദ്യോഗിക സാമൂഹിക ജീവിതങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, വാട്ട് വി വാണ്ട് ടു ഡു. എന്നാൽ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് വാട്ട് വി ക്യാൻ ഡു. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്യാൻ നമുക്ക് വളരെ നല്ല ശേഷിയും കഴിവും താല്പര്യവും ഒക്കെ ഉണ്ടായിരിക്കും. മറ്റൊരു വിഭാഗം കാര്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് നന്നായി ശോഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശേഷിയോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷനോ ഒന്നും ഉണ്ടായി എന്ന് വരില്ല. മറ്റു ചില കാര്യങ്ങളിൽ തെല്ലും ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. ചെറിയ ജീവിതത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള സമയം എനിക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആ ചോദ്യം വാട്ട് ഐ ഷുഡ് ഡു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ, ഏറ്റവും അധികം നമുക്ക് ശോഭിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ, വല്ലാത്ത രീതിയിൽ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം സമൂഹത്തിനും കുടുംബത്തിനും നമുക്കും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ വാട്ട് ഐ ഷുഡ് ഡു. ഈ മൂന്നാമത്തെ ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരമായിരിക്കും ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൃത്യമായി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതായത് വാട്ട് ഐ വാണ്ട് ടു ഡു, എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ വാട്ട് ഐ ക്യാൻ ഡു ഉപയോഗിക്കുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കില്ല. അതിനെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ വാട്ട് ഐ ഷുഡ് ഡു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ മൂന്ന് ചോദ്യങ്ങളും ചോദിച്ചതിന് ശേഷം അവസാനമായി കിട്ടുന്ന വാട്ട് ഐ ഷുഡ് ഡു എന്നുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുവാൻ ശ്രമിച്ചാൽ, കൂടുതൽ എംഫസിസ് കൊടുക്കുവാൻ ശ്രമിച്ചാൽ, JK റൗളിംഗ്, ഹാരി പോട്ടറിൻ്റെ എഴുത്തുകാരിയായ JK റൗളിങ്ങിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയത്തിൻ്റെ കാരണം എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്നിലേക്ക് ഞാൻ ഒരുപാട് ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ വാട്ട് ഐ ഷുഡ് ഡു ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൽ പരിപൂർണ്ണ ശ്രദ്ധ കൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് കഴിയണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു പ്ലാനിങ് ഉണ്ടാവും. ഈ പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് പാർക്കിൻസൺസ് ലോ ഓഫ് ടൈം മാനേജ്മെൻറ്റിൽ പറയുന്ന ഒരു വലിയ തത്വത്തിനെയാണ്. ആ നിയമം ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. പാർക്കിൻസൺസ് ലോ ഓഫ് ടൈം മാനേജ്മെൻറ്റ് പറയുന്നത് ദ വർക്ക് വിൽ എക്സ്പാൻഡ് ടു ഫിൽ ദ ഗ്യാപ്പ് ഗീവ് ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ എന്നുള്ളതാണ്. The work will expand to fill the gap gives for its completion. ഒരു ജോലി തീർക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന സമയം എത്രയാണോ ആ സമയം ഫില്ല് ചെയ്യുന്ന രീതിയിലേക്ക് ജോലി വികസിച്ചുകൊണ്ടേയിരിക്കും. 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിക്ക് ഒരു ദിവസം സമയം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 10 മിനിറ്റിൻ്റെ ജോലി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ജോലിയായി മാത്രമേ നമുക്ക് തീർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യന് ചെയ്തു തീർക്കാനുള്ള ജോലിക്ക് വളരെ ലിബറലായ രീതിയിൽ ഒരാഴ്ച നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ, എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അവിടെ ആ ഒരാഴ്ച കൊണ്ട് മാത്രമേ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്തു തീർക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൽ നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത് ഏറ്റവും ടൈറ്റായിട്ടുള്ള ഡെഡ് ലൈനുകൾ കീപ്പ് ചെയ്യുക, ഷാർപ്പായിട്ടുള്ള ഡെഡ് ലൈനുകൾ കീപ്പ് ചെയ്യുക. അത് ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന്, 3 ചോദ്യങ്ങളെക്കുറിച്ച്. ആദ്യം ലിസ്റ്റ് ചെയ്യുക വാട്ട് ഐ വാണ്ട് ടു ഡു. അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക വാട്ട് ഐ ക്യാൻ ഡു. അവയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക വാട്ട് ഐ ഷുഡ് ഡു. ആ വാട്ട് ഐ ഷുഡ് ഡുവിൽ കിട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഫോക്കസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വെച്ചിരിക്കേണ്ടത് ദ വർക്ക് വിൽ എക്സ്പാൻഡ് ടു ഫിൽ ദ ഗ്യാപ്പ് ഗീവ്സ് ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. ഈ 2 തത്വങ്ങളെയും വെച്ചുകൊണ്ടാണ് ജീവിതത്തിനെ പ്ലാൻ ചെയ്യുവാൻ ശ്രമിക്കുന്നതെങ്കിൽ സമയത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ജീവിതത്തിൻ്റെ വേഗതയെയും ക്വാളിറ്റിയെയും ഏറ്റവും നന്നായി മാനേജ് ചെയ്യുവാനും മെയിൻറ്റെയിൻ ചെയ്യുവാനും നമുക്ക് ഉറപ്പായും സാധിക്കും. ഇതുതന്നെയായാലും ഈ ഒരു നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ബി പോസിറ്റീവ് അംഗങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. കാരണം നമ്മുടെ 100ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു പോയി. ഇനി ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ 500ാമത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുകയാണ്. ആ 500ൻ്റെ പടവിലേക്ക് ഞങ്ങൾ എത്തണമെങ്കിൽ ഞങ്ങളെ കൈപിടിച്ച് കയറ്റാൻ പ്രേക്ഷകരായ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹവും ഇവിടെ എത്തണം. സത്യസന്ധമായ അഭിപ്രായങ്ങൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 047124. ഇമെയിൽ
panorama.tvmedia@gmail.com. ഗോപിക, ഇന്ന് നമ്മൾ ശരിക്കും ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചലച്ചിത്രത്തെക്കുറിച്ചായിരുന്നു വിശകലനങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയത്. അപ്പോൾ അതിൻ്റെ ഒരു നെടുന്തൂണ് എന്ന് പറയുന്നത് നമ്മുടെ നെടുമുടി വേണുചേട്ടനാണ്. ശരിക്കും ഏത് കഥാപാത്രമാണെങ്കിലും കള്ളൻ പവിത്രനിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ ചലച്ചിത്രം എടുത്ത് നോക്കുമ്പോഴും വളരെ വ്യത്യസ്തമായ അഭിനയ രീതികളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമല്ല, സീരിയലിലാണെങ്കിലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഭ തെളിയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ചുരുങ്ങിയ സീരിയലുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ചെയ്ത കഥാപാത്രം വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിപ്പിക്കുന്ന വിധത്തിൽ അത് രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ചലച്ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം ബി പോസിറ്റീവ് ടീം ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് അവർക്കുള്ള ആശംസകൾ ഈ 25 വർഷം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നേർന്നുകൊണ്ട് ഇന്നത്തെ ബി പോസിറ്റീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം.